ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പരിചയമുള്ള, പലർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പഴയ കാലം മുതലേ ഉള്ള ഒരു സ്നാക്കാണ് പഴംപൊരി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിലൊരു ചേഞ്ച് വരുത്തിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എങ്കിൽ നമുക്ക് നേരെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ പഴംപൊരിയുടെ മാവായിട്ട് എടുക്കുന്നത് അരി അരച്ചിട്ട് മാവാക്കിയിട്ടാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ മൈദപ്പൊടി വെച്ചും ഗോതമ്പ് പൊടി വെച്ച് ഒക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ച് അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഈ എടുത്തിട്ടുള്ള അരി മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര മധുരം കറക്റ്റായിരിക്കും. പിന്നെ ഇതിലോട്ട് 2 ഏലക്കായി, ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം അധികമായി പോകരുത്. അപ്പോൾ അത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു അരമണിക്കൂർ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണൊക്കെ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ പഴം ഇതിലോട്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടണം. അപ്പോൾ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന കടായി കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കടായൊക്കെ ആകുമ്പോൾ പഴം അങ്ങനെ വലിയ പീസായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 3 പഴം നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ആ ഒരു അരിയുടെ മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കടായി ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം വീതം ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ അരി മാവാണല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. ചൂടോട് കഴിക്കുമ്പോൾ നല്ല ഒരു ഉറപ്പുള്ളതുപോലെ തോന്നും. അപ്പോൾ കുറച്ച് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക.